ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു സ്വന്തം ഇന്നത്തെ ഞാൻ നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങളുടെ വോളിയം ബട്ടൺസ് എങ്ങനെ കളറൊക്കെ മാറ്റി കസ്റ്റമൈസ് ചെയ്തെടുക്കാമെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. അതിനുവേണ്ടി നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഈ ഒരു കസ്റ്റം വോളിയം പാനൽ സ്റ്റൈൽസ് എന്നുള്ള ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതിന് 4 സ്റ്റാർ റേറ്റിംഗും 1 മില്യൺ പ്ലസ് ഡൗൺലോഡ്സും അറൗണ്ട് 12 MB ആണ് ആപ്ലിക്കേഷൻ സൈസ്. അപ്പോൾ നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്തിട്ട് ഈ കാണുന്ന നെക്സ്റ്റ് ഒക്കെ അടിച്ച് വിടുക. എന്നിട്ട് ഹോം പേജിൽ നിങ്ങൾക്ക് സ്കിൻസ് ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്ന് ഇതിൻ്റെ വോളിയം ബട്ടൻ്റെ സ്കിൻ കളർ മാറ്റാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. അത് ഓരോന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കളർ ഓരോന്നായിട്ട് ഇങ്ങനെ മാറ്റാൻ സാധിക്കുന്നതാണ്. പിന്നെ അതിൻ്റെ റൈറ്റ് സൈഡ് സ്വൈപ്പ് ചെയ്താലും നിങ്ങൾക്ക് വേറെ അതിൻ്റെ കസ്റ്റമൈസബിൾ കളർ കിട്ടും കേട്ടോ. പിന്നെ ഇതിൽ ഈ കാണുന്ന ഒരു ക്രൗൺ ഇല്ലേ, ഗോൾഡ് കളർ, അത് പെയ്ഡ് വേർഷൻസാണ്. ആ കളറുകൾ കിട്ടാൻ നിങ്ങൾ പൈസ എക്സ്ട്രാ കൊടുക്കേണ്ടതാണ്. ഫ്രീ ആയിട്ടുള്ള കളറുകൾക്ക് അതിന് ഇതില്ല. ആ ക്രൗൺ ഇല്ലാത്തത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വേറെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഈ കാണുന്ന സെറ്റിങ്സ് ക്ലിക്ക് ചെയ്താൽ ഇതിൽ കുറച്ച് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഇതിൽ ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതിൽ ഏറ്റവും താഴെ മുതൽ തുടങ്ങാം. എനിക്ക് ലാസ്റ്റും തുടങ്ങുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഇതിൽ ഏറ്റവും താഴെ ബാക്ക്ഗ്രൗണ്ട് ഡിം എന്ന് കാണാൻ സാധിക്കും. ഇത് ഏറ്റവും കുറച്ച് വെച്ചാൽ 0% ആക്കിയാൽ ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് വിസിബിൾ ആവുന്നതാണ്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഡിം ഫുൾ ആക്കിയാൽ ഇതേപോലെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ ഡിമ്മായിട്ട് നിൽക്കും. വോളിയം അത് ബട്ടൺ ഫോക്കസ് ചെയ്ത് പിടിക്കും. പിന്നെ ഒരു പാനൽ ഡ്യൂറേഷൻ ഉണ്ട്. അത് എത്ര സമയം ആ ഒരു സംഭവം സൈഡിൽ ഇങ്ങനെ നിൽക്കണം എന്നുള്ളതിൻ്റെ സെക്കൻഡ് ഡ്യൂറേഷനാണ്. പിന്നെ സിങ്ക് പാനൽ തീം എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മറ്റേ ഇത് ലൈറ്റ് ആണോ ഡാർക്ക് മോഡ് അനുസരിച്ചിട്ട് മാറുന്നതാണ്. പിന്നെ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റാം. അതായത് അതിൻ്റെ പാനൽ ബാക്ക്ഗ്രൗണ്ട് കളർ, അതായത് ഞാനിപ്പം പച്ച ആക്കിയപ്പം ഈ ഒരു എയറോ കളറും പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പച്ചയായിട്ട് ഇങ്ങനെ നിൽക്കും. അത് നമുക്ക് ഇഷ്ടമുള്ള കളറാക്കാം. ബ്ലാക്ക് വേണം ബ്ലാക്ക് ആക്കാം, ഇതാക്കാം. പിന്നെ ഈ ഒരു സംഭവം എവിടെ വന്ന് നിൽക്കണം എന്നുള്ളതാണ്. ടോപ്പ് ക്ലിക്ക് ചെയ്തപ്പോൾ റൈറ്റ് സൈഡ് ടോപ്പ്, പിന്നെ സെൻറ്റർ കണ്ടോ, സെൻറ്ററിൽ നിൽക്കും. ബോട്ടം നെക്ക് ചെയ്താൽ താഴെ നിൽക്കും. പിന്നെ ഈ സംഭവം റൈറ്റ് ക്ലിക്ക് ചെയ്താൽ റൈറ്റിലേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് പോകും. റൈറ്റിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് പോകും. അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ഇത് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ പെർമിഷൻ കൊടുക്കണം. സ്റ്റാർട്ട് ആക്സസിബിലിറ്റി ക്ലിക്ക് ചെയ്തിട്ട് ആക്സെപ്റ്റ് കൊടുക്കണം. അവർ നമ്മുടെ ഡാറ്റാസ് ഒന്നും കളക്ട് ചെയ്യില്ല എന്ന് പറയുന്നത്. ഇൻസ്റ്റാൾ ആപ്സ് ക്ലിക്ക് ചെയ്തിട്ട് കസ്റ്റം വോളിയം പാനൽസിൽ ജസ്റ്റ് അത് ഓൺ ആക്കി കൊടുക്കണം. അലോ ചെയ്താൽ മാത്രമേ അത് ആക്റ്റീവ് ആവുകയുള്ളൂ. അതിനുശേഷം നിങ്ങൾ സ്കിൻ ഏത് കൊടുക്കുന്നോ, എന്ത് സെറ്റിങ്സ് ചെയ്യുന്നോ, അത് ഓട്ടോമാറ്റിക്കലി അത് സംഭവം ആവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇഷ്ടമുള്ള കളറിൽ ബാക്ക്ഗ്രൗണ്ട് കളറോ ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് സംഭവം സെറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഇവിടെ ഇത്രയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലുള്ള വീഡിയോസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ സാർ, അടുത്ത വീഡിയോ കാണാം. ബൈ.